മോഷണങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ ബണ്ടി ചോറിനെ എറണാകുളം സൗത്തിൽ റെയിൽവേ പോലീസ് തടഞ്ഞുവെച്ചു. ഞായറാഴ്ച രാത്രി 8 മണിക്കാണ് ബണ്ടി ചോർ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ എറണാകുളം സൗത്തിൽ വന്നിറങ്ങിയത്. ദേവീന്ദർ സിംഗ് അഥവാ ബണ്ടി ചോർ രാജ്യത്ത് തന്നെ ഏറ്റവും കുപ്രസിദ്ധി നേടിയ മോഷ്ടാവ്. ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഡൽഹിയിൽ നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. ബണ്ടി ചോറാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ റെയിൽവേ പോലീസ് ഇയാളെ തടഞ്ഞുവെച്ചു. കേരളത്തിൽ മുമ്പ് മോഷണം നടത്തി ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടും ബണ്ടി ചോർ ആയതുകൊണ്ടുമാണ് രണ്ടാമതൊന്നും ചിന്തിക്കാതെ റെയിൽവേ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ തൃശൂരിലിറങ്ങി അവിടെ നിന്ന് പാസഞ്ചർ ട്രെയിനിലാണ് ബണ്ടി ചോർ സൗത്ത് സ്റ്റേഷനിൽ ഇറങ്ങിയത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെ പോലീസ് ബണ്ടി ചോറിനോട് കാര്യങ്ങൾ ചോദിച്ചു. കേരളത്തിലെ കേസുമായി ബന്ധപ്പെട്ട് ചില വസ്തുവകകൾ തനിക്ക് കോടതിയിൽ നിന്ന് വിട്ടുകിട്ടാനുണ്ടെന്നും അതിന്റെ ആവശ്യങ്ങൾക്ക് ഹൈക്കോടതിയിലെ വക്കീലിനെ കാണാനാണ് എത്തിയതെന്നും ബണ്ടി ചോർ പോലീസിനെ അറിയിച്ചു. ഇനിയാണ് ട്വിസ്റ്റ്. പോലീസ് ബണ്ടി ചോർ പറഞ്ഞ കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു. ഇത്തവണ ബണ്ടി ചോർ പറഞ്ഞതെല്ലാം ശരിയെന്നേ അന്വേഷണത്തിൽ പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. ബണ്ടി ചോർ ദുരുദ്ദേശങ്ങളില്ലാതെയാണ് എറണാകുളത്തെത്തിയതെന്ന് പോലീസ് വിലയിരുത്തി. വസ്ത്രങ്ങളും രേഖകളും അടങ്ങിയ ബാഗ് മാത്രമേ ബണ്ടി ചോറിന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. നിലവിൽ ബണ്ടി ചോറിന്റെ പേരിൽ കേരളത്തിൽ ഒരു കേസ് പോലുമില്ല, വാറന്റുകളുമില്ല. നേരത്തെ എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലാണ് ബണ്ടി ചോറിന്റെ പേരിൽ കേസുകൾ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം മരപ്പാലത്തെ ഒരു വീട്ടിൽ മോഷണം നടത്തിയതോടെയാണ് ബണ്ടി ചോർ കേരളത്തിൽ കുപ്രസിദ്ധനാകുന്നത്. പ്രവാസിയുടെ വീട്ടിൽ നിന്ന് 30 ലക്ഷം രൂപ വിലമതിക്കുന്ന ആഡംബര കാറും സ്വർണവും ലാപ്ടോപ്പും കാറും കവർന്ന ബണ്ടി ചോറിനെ പൂനെയിൽ നിന്നാണ് കേരള പോലീസ് പിടികൂടുന്നത്. തുടർന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ബണ്ടി ചോർ കോവിഡ് സമയത്തടക്കം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നു. 2023 ജയിൽ മോചിതനായ ബണ്ടി ചോർ മോഷണം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീടും മോഷണത്തിന് പിടിയിലായി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ 700-ലേറെ കേസുകളിൽ പ്രതിയായ ബണ്ടി ചോറിന്റെ ജീവിതം ആസ്പദമാക്കി ഹിന്ദി ചിത്രവും പുറത്തിറങ്ങിയിരുന്നു. ഏതായാലും കേരളത്തിൽ കാലുകുത്തിയാൽ അപ്പോൾ തന്നെ പിടിവീഴുമെന്ന് മനസ്സിലാക്കിയാണ് ബണ്ടി ചോർ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിതനായത്. കാര്യങ്ങളെല്ലാം വ്യക്തമായി പരിശോധിച്ച ശേഷമാണ് ബണ്ടി ചോറിനെ പോലീസ് വിട്ടയച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.